മാർക്കറ്റിംഗ് എന്താ അറിയില്ലേ, മറ്റു ബാഗും തൂക്കിയിട്ട് വിളിക്കാൻ വരുന്നത്, അതിനൊക്കെ പോകണോ എന്ന രീതിയിലാണ് അവരതിനെ അഡ്രസ്സ് ചെയ്ത്. ശരിക്കും ആ സമയത്ത് ഞാൻ കണ്ടുമ്പോൾ എനിക്ക് തോന്നി എന്താണ് ഇതിന് ഇത്ര മോശം. പക്ഷെ അവർ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആ ഒരു ജോബിനെ അങ്ങനെ മോശമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ സെയിൽസിലോട്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ ഒരുപാട് പേര് ഇതുപോലെ നെഗറ്റീവ് ചെയ്തിരുന്നു. 2000 റുപ്പീസ് സാലറിയിൽ നിന്ന് തുടങ്ങി, മീൻസ് ഒരു ഇന്ത്യൻ മണി ഒരു 40,000 റുപ്പീസ് സാലറിയിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ മണി ഒരു 3 lakhs വരെയുള്ള സാലറി സ്കെയിലിൽ ഒരു 8 വർഷം കൊണ്ട് സെയിൽസ് കരിയർ സ്വയം ഡെവലപ്പ് ചെയ്തു. 3 lakhs സാലറി ഉള്ള ജോബ് എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ തന്നെ ധൈര്യം തരും. ഞാൻ സെയിൽസിലായതുകൊണ്ടാണ്. 9 to 5 ജോബ് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ഒരാൾക്കും ബിസിനസ് പോലെ തന്നെയാണ് സെയിൽസും. കാരണം സെയിൽസ് ഒരിക്കലും കമ്പ്യൂട്ടർ മുന്നിലോ അല്ലെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ ഫുൾ ടൈം ഇരുന്നിട്ടോ ഒന്നുമുള്ള സെയിൽസ്. അത് നമ്മൾ ബിൽഡ് വിസിറ്റ് ചെയ്യും, മാർക്കറ്റിൽ വിസിറ്റ് ചെയ്യുന്നു, നമ്മൾ ഫ്രീ ആണ്. ഞാൻ എൻ്റെ ഓഫർ ലെറ്റേഴ്സ് വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻസിനെ എൻക്വയറീസ് വരാൻ തുടങ്ങിയതും. അതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഒരു 10 സ്റ്റുഡൻസിനെ നമ്മളൊന്ന്, കാരണം നമ്മൾ ആദ്യത്തെ ബാച്ചാണ്, നമ്മൾ അത്രയും ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. എത്ര ഡ്യൂറേഷൻ ഈ കോഴ്സിൻ്റെ? 6 months ആണ് കോഴ്സ്. നമ്മുടെ കോഴ്സിൻ്റെ പേര് AI ഇൻ്റഗ്രേറ്റഡ് മോഡേൺ സെയിൽസ് ആണ്. ഹലോ, ഷാജാൻ അബൂബക്കർ. കേരളത്തിൽ ആദ്യമായി സെയിൽസിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടൊരു സെയിൽസ് സ്കൂൾ, വളരെ പുതിയ ആശയമാണ്. അത്തരത്തിലൊരു ആശയവുമായി വന്ന ഒരു വളരെ യങ്ങായ വൈബ്രൻ്റായ ഒരു ഓൺട്രപ്രണറാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഡാനിഷ് ഷബീബിനെ. വെൽക്കം ഷബീബ്. നാട്ടിൽ സാധാരണ ആൾക്കാരെപ്പോഴും അത്ര ഡോക്ടറാവണം, എൻജിനീയർ ആവണം എന്നൊക്കെ ആഗ്രഹം പറയുന്ന പോലെ പറയാത്തൊരു ആഗ്രഹമാണ് എനിക്കൊരു സെയിൽസ് പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്ന്. ഡാനിഷ് ഇങ്ങനൊരു ആശയത്തിലേക്ക് എത്താൻ കാരണം എന്താ? എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ടേ സെയിൽസിനോടൊരു ഇഷ്ടമായിരുന്നു. അതായത് 4 ആളോട് പുതിയ ആളുകൾ സംസാരിക്കുക, കൺവിൻസ് ചെയ്യാം, ഇതൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, ബാഗിൽ തൂക്കിയിട്ട് മറ്റുള്ളവർക്ക് അവർ ഒരു ചില സമയത്ത് മോശമായിട്ടും അല്ലെങ്കിൽ ഒരു സഹതാപം തോന്നാറുണ്ടെങ്കിലും എനിക്ക് അവർ സംസാരിക്കുന്നതും അവർ ക്ലോസ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒന്നും ഒരു ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്യണം എന്നൊക്കെ. സാർ പറഞ്ഞ സമയത്ത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് അന്ന് CAയുടെ ഒരു കോഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ 2 സ്റ്റാഫ് വന്ന്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ കൊമേഴ്സ് പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇനിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് BBA പഠിക്കുക, പിന്നെ BCom പഠിക്കുക, അത് കഴിഞ്ഞിട്ട് MBA പഠിക്കുക. MBA പഠിക്കുക അക്കൗണ്ടിങ് പറഞ്ഞാൽ കുറഞ്ഞ സാലറി കിട്ടുള്ളൂ. പക്ഷേ CA പഠിച്ചാൽ അതിനും കൂടുതൽ സാലറി കിട്ടുക. പിന്നെ MBAയിലുള്ള ഓപ്ഷൻ മാർക്കറ്റിംഗ് എന്താ അറിയില്ലേ, മറ്റു ബാഗും തൂക്കിയിട്ട് വിളിക്കാൻ വരുന്നത്, അതിനൊക്കെ പോകണോ എന്ന രീതിയിലാണ് അവരതിനെ അഡ്രസ്സ് ചെയ്ത്. ശരിക്കും ആ സമയത്ത് ഞാൻ കണ്ടുമ്പോൾ എനിക്ക് തോന്നി എന്താണ് ഇതിന് ഇത്ര മോശം. പക്ഷെ അവർ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആ ഒരു ജോബിനെ അങ്ങനെ മോശമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചും ഞാനും എൻ്റെ ഒരു പാഷൻ സെയിൽസിലാണ്. അപ്പോൾ സെയിൽസിലോട്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ ഒരുപാട് പേര് ഇതുപോലെ നെഗറ്റീവ് ചെയ്തിരുന്നു. ടാർഗറ്റില്ലേ, അത് നല്ലൊരു ജോബിലാണെന്നോ. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത് കാണുന്നത് എപ്പോഴും ഈ ചെറിയ രീതിയിലുള്ള ജോലിയും പ്രഷറൊക്കെ സഹിക്കുന്ന ആളുകളാണ്. നമുക്ക് നോക്കാം, നമുക്ക് 2 ഫിലിം തന്നെ ഉണ്ട്, മറ്റേ വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റും അതുപോലെ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സും ഒക്കെ. അതിൽ തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് മൂവീസ് എടുത്ത 10ൽ 2 മൂവീസ് വരും. ഇത് രണ്ടും സെയിൽസാണ്. ഈ 2 നായകന്മാരും സെയിൽസിന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ ഇതെല്ലാം ചെറുപ്പത്തിൽ കണ്ടതുകൊണ്ടും കൂടി ആവണം ആ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയത്. ശരിക്കും ഡാനിഷിൻ്റെ സ്വദേശം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് വരുന്നത്. നമ്മുടെ കോട്ടക്കൽ ആയുർവേദശാല. എൻ്റെ നാടും അവിടെ തന്നെ, ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് എനിക്ക് അവിടെ ഉണ്ടാവുള്ളൂ. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് അറിയായിരുന്നു ഞാൻ സെയിൽസിന്. കാരണം എനിക്ക് ആളുകളോട് സംസാരിക്കാനും ഒരുപാട് ആളുകൾ സംസാരിക്കാൻ അവർ കൺവിൻസ് ചെയ്യാനൊക്കെ എനിക്ക് ചെറുപ്പം മുതൽ ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന മൊമെൻറ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൺവിൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കറിയുന്നത് ഇതിന് നല്ല ജോബ് സെയിൽസ് ഇല്ലാതെ വേറൊരു ഓപ്ഷൻ എനിക്ക് ഇല്ലാതെ. അങ്ങനെയാണ് സെയിൽസ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ സെയിൽസിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ BBA പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ മാർക്ക് എടുത്ത് വലിയ കോളേജിൽ പോകാനൊന്നും സാധിച്ചില്ല. IIMലൊക്കെ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ നാട്ടിൽ തന്നെ ഉള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ്, കാരണം നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നാട്ടിൽ തന്നെ BBA കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി നമ്മുടെ നാട്ടിലെ കോളേജുകൾ എന്തുണ്ട്, ഡിഗ്രികൾ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ സ്കിൽ ഓറിയൻറ്റഡ് അല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ BBA പഠിക്കുന്നതും പിന്നെ സെയിൽസിലോട്ട് പോകാനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്കില്ലാണ്
ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന എൻ്റെ സെമിനാറുകൾ, അതുപോലെ ഞാൻ യൂണിയനിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ വോട്ടിംഗ് ക്യാമ്പയിനൊക്കെ വേണ്ടിയിട്ട് നിന്ന് എൻ്റെ മാക്സിമം എൻ്റെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനും എൻ്റെ പേഴ്സണൽ സ്കില്ലും ഞാൻ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ എനിക്ക് പോർട്ട്ഫോളിയോ സെറ്റായി. എനിക്ക് ഒരു ഇൻ്റർവ്യൂ ചെന്ന് പറയാൻ എനിക്ക് ഇത്രയും സ്കില്ലുകളുണ്ട്, ഞാനിതെല്ലാം പ്രൂവ്ഡ് ആണെന്ന് പറയാനുള്ള ഒരു പോർട്ട്ഫോളിയോ എനിക്ക് സെറ്റായി. കാരണം ഇലക്ഷനിൽ ക്യാമ്പയിനിൽ നിന്ന് ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. നമ്മൾ കോളേജ് മാഗസിൻ്റെ ആഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നാളെ ജോബിനോട് ഇറങ്ങുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാൻ പിന്നെ നേരെ എന്ത് ചെയ്യുന്നു, സെയിൽസിൻ്റെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ദുബായിലോട്ട് ചെല്ലുകയായിരുന്നു. ഫസ്റ്റ് ജോബിന് ദുബായിലോട്ടാണ് പോകണേ? അല്ല, ഞാൻ നാട്ടിൽ എന്ത് ചെയ്തു, ട്രയലായിട്ട് 1-2 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ അത് അങ്ങനെ എടുത്ത് പറയാൻ ഉള്ള ഇതിലല്ല. പിന്നെ നാട്ടിലെ അറിയാലോ, നാട്ടിലെ സെയിൽസിന് നമ്മളൊരു ബൈക്ക് എടുത്ത് പോകുന്ന ഒരു ചെറിയ രീതിയിലായിരുന്നു. പക്ഷേ എനിക്കത് അങ്ങനെ എൻ്റെ ഒരു കരിയർ ആണെന്നോ എൻ്റെ ഫസ്റ്റ് സാലറി ആണെന്നോ എനിക്കങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. അങ്ങനെ ദുബായി പോയിട്ട് അന്ന് സെയിൽസ് തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ദുബായിൽ പോകുന്നത്. പക്ഷെ ഞാൻ ഫേസ് ചെയ്ത് വലിയ ചലഞ്ച് എന്താ വെച്ചാൽ ലൈസൻസ് ഇല്ല. ദുബായിൽ 1 എക്സ്പീരിയൻസ് ഇല്ലായ്മ, 2 ലൈസൻസ് ഇല്ല. ഈ 2 സ്ട്രഗിൾ എനിക്ക് നന്നായിട്ട് ഫേസ് ചെയ്തിരുന്നു. പൊതുവെ ദുബായിൽ ഏത് കാലത്തും നിങ്ങളൊരു 10 കൊല്ലം മുന്നേ ചോദിച്ചാലും ഇപ്പോൾ ചോദിച്ചാലും അടുത്ത 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ പറയും ദുബായിക്ക് വരണ്ട, ഡിമാൻഡാണ്, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷേ ദുബായിൽ സക്സസ്ഫുൾ ആയ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും എല്ലാ കാലത്തും സ്കോപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ അങ്ങനെ ചെന്നു. പക്ഷേ നന്നായിട്ട് ഫേസ്, എനിക്ക് ആദ്യത്തെ ഒരു 1 മന്ത് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. കാരണം എല്ലാം എനിക്ക് റിജക്ഷൻ വരാൻ തുടങ്ങി, ലൈസൻസ് ഇല്ല എന്നൊരു റീസൺ കൊണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ സെയിൽസിന് നേരെ താഴെ വന്ന പോസ്റ്റുണ്ട്, സെയിൽസ് കോർഡിനേറ്റർ. സെയിൽസ് റിലേറ്റഡ് ആണ്, കൊട്ടേഷൻ എല്ലാം ചെയ്യണേ. അങ്ങനെ അതിൻ്റെ ഒരു 2 ഇൻ്റർവ്യൂ പോയി. ഫസ്റ്റ് ഇൻ്റർവ്യൂ പോയി, നമ്മൾ സെയിൽസ്മാൻ ആണല്ലോ, നമ്മൾ ആദ്യം ഇൻ്റർവ്യൂ പോയി നമ്മളെ സെല്ല് ചെയ്യുന്നു. എനിക്ക് ഓഫ് ലെറ്റർ വരുന്നു. പക്ഷേ അവിടെ എന്തില്ല, ഒരു ഔട്ട്ഡോർ സെയിൽസിനുള്ള ഫ്യൂച്ചർ അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാനത് റിജക്ഷൻ ചെയ്തു. അങ്ങനെ ഞാൻ വേറൊരു കമ്പനി ഇൻ്റർവ്യൂ ചെല്ലുന്നു. അവിടെ ചെന്ന സമയത്ത് ഇതേപോലെ പൊസിഷനാണ് പോയത്. പക്ഷേ അവിടെ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ പൊട്ടൻഷ്യൽ ഔട്ട്ഡോർ സെയിൽസാണ്, അപ്പോൾ എനിക്ക് അതിൽ കിട്ടിയാൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും, ഇത് എനിക്ക് എത്രത്തോളം സർവേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ലൈസൻസ് ഇല്ലാതെ റിസ്ക്കാണ്, അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ കരുതി എനിക്കും ആ ഒരു ജോബ് കിട്ടില്ല എന്ന്. പക്ഷേ അവരെന്നെ വിളിച്ചു. കാരണം എന്തോ എനിക്കറിയാം, എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്നറിയില്ല, അന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സെയിൽസ് സൂപ്പർവൈസർ അവിടെ സിഇയോട് എന്നെ കുറിച്ച് സംസാരിച്ചു. അതെ, എന്നെ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ മേ ബി എൻ്റെ CV, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ CV-യിൽ അല്ലെങ്കിൽ റെസ്യൂമിൽ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ലീഡർഷിപ്പ് സ്കില്ലും ഉണ്ടെന്നുള്ളതിനെ ആപ്റ്റ് ചെയ്തുള്ള CV ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്നെ വിളിക്കുന്നു, CEO എന്നെ നേരിട്ട് കാണുന്നു, ഞങ്ങൾ ഇൻ്റർവ്യൂ ആ സമയത്ത് ചെയ്യുന്നു. ആൾ ഇംപ്രസ്ഡായി. ആൾ എന്നോട് പറഞ്ഞു എനിക്കൊരു ഓഫർ തരാം, ആദ്യത്തെ 6 മന്ത് ഇനി കമ്പനിയിൽ ഈ ജോലി ചെയ്യുക, ഈ ഗ്യാപ്പിൽ ലൈസൻസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് പഠിക്കാം, കമ്പനിയെ കുറിച്ച് ക്ലയൻസിനെ പഠിക്കാം, എല്ലാം ചെയ്യാം. അങ്ങനെ എനിക്ക് ലൈസൻസ് കൂടി കിട്ടിയാൽ എനിക്ക് നേരെ സെയിൽസിലോട്ട് ഇറങ്ങാം. അപ്പോൾ എനിക്ക് 2 പാക്കേജ് ആയിരുന്നു. ഒന്നിൽ ആ ഒരു ബേസിക് സാലറി, 2 ലൈസൻസ് കിട്ടിയ ശേഷം ഒരു ഡീസൻറ്റ് സാലറി. അപ്പോൾ ബേസിക് സാലറി എൻ്റെ ലൈസൻസിന് മുന്നിലുള്ള എൻ്റെ സാലറി 2K ആയിരുന്നു. അതായത് നാട്ടിലൊരു 40K സംതിങ്. പിന്നെ ലൈസൻസ് കിട്ടിയ ആണ് അതെനിക്ക് 4K, അങ്ങനെ ആയിരുന്നു പാക്കേജ്. അപ്പോൾ എനിക്ക് എന്തും കൊണ്ടും തോന്നി ഇതന്നെ ആയിരുന്നു. അതെ, കാരണം നമുക്ക് അപ്പം 2K സാലറിന് അപ്പുറം എനിക്കൊരു നമ്മൾ ആഗ്രഹിച്ചൊരു ഡ്രീമിലോട്ട് എത്താനുള്ളൊരു വേദി സാർ എനിക്കവിടെ തന്നു. അത് സ്പോട്ടിൽ ആ ഇൻ്റർവ്യൂ തന്നെ നമ്മൾ ജോലി കിട്ടിയൊരു മൊമെൻറ്റ്. പിന്നെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ 2 നമ്മുടെ സെയിൽസ് സ്കിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, 2 ജോലിയും നേടിയെടുക്കാൻ പറ്റി. പക്ഷേ അവിടെ അങ്ങനെ കാര്യങ്ങൾ വിചാരിച്ച അത്ര ഈസി ആയിരുന്നില്ല. ആക്ച്വലി ജോലി കിട്ടി, ദുബായ് ആണ്, ക്ലൈമറ്റാണ്, പുതിയ മാർക്കറ്റാണ്. ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് ആദ്യത്തെ ഒരു 6 മന്ത്. അപ്പോൾ എന്നെ ഹയർ ചെയ്തത് CEO ആയിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ നാട്ടിലോട്ട് വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്ന ഗ്യാപ്പിൽ നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള മിസ്റ്റർ സായി രവികാന്ത് എന്ന് പറയും, പുള്ളി അവിടെ സെയിൽസ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഇനീഷ്യൽ സമയത്ത് അപ്പോൾ സെയിൽസ് മാനേജറാണ്, ആൾക്ക് ടാർഗറ്റ് ഉണ്ടാവും. അപ്പോൾ ആൾക്ക് എന്നെപ്പോലത്തെ ലൈസൻസ് ഇല്ലാത്ത ഒരാളെ ഇപ്പോൾ മാർക്കറ്റിലിട്ട് കൊണ്ടുവന്നാൽ, പുതിയൊരാളെ കൊണ്ടുവന്ന് എന്താവും എന്നുള്ളതിൽ ആൾക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അണ്ടറിൽ ആക്ച്വലി എനിക്ക് നന്നായിട്ട് ട്രെയിനിങ് കിട്ടി. അപ്പോൾ പൊതുവെ മറ്റുള്ള സ്റ്റാഫിനെ കാണുമ്പോൾ എന്നെ ആൾ ഉപദ്രവിക്കണ പോലെ, കാരണം ഇനീഷ്യലി ആൾ എന്നോട് ദുബായിൽ അലോഡ് അല്ലത് പാക്കേജിങ് മെറ്റീരിയൽസിൻ്റെ കമ്പനിയായിരുന്നു. അപ്പോൾ ആൾ ഇനീഷ്യലി കുറച്ച് പാക്കിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഡയറക്റ്റ് ഡോർ സെയിൽ ചെയ്യുന്ന പോലെ കുറച്ച് കഫ്തീരികൾ കൊണ്ടുപോയി സെല്ല് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ കമ്പനിയുടെ ക്ലയൻസ് എന്ന് പറയുന്നത് 5 സ്റ്റാർ ഹോട്ടൽസാണ്. അപ്പോൾ എന്നോട് ആദ്യം അതാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ, പക്ഷേ ബാക്കിയുള്ള ആളുകൾ എന്താണ് ഇതിനെ നെഗറ്റീവ് സ്പ്രെഡിലാണ്. അന്ന് അങ്ങനെ അത് സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ ഈ 6 മന്ത് ഉള്ളത് ഒരു 8 മന്ത് എടുത്തു. അപ്പോൾ ആൾ എന്നെ ആക്ച്വലി എന്ത് ചെയ്തു, ആദ്യം മുതൽ സെയിൽസിലോട്ട് എന്നെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എന്നോട് സെയിൽസിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാതെ സെയിൽസിൽ സർവൈവ് ചെയ്യാം
അവിടുത്തെ ക്ലൈമറ്റിന് കുറച്ച് ടാസ്ക് ആയിരുന്നു. നന്നായിട്ട് സ്ട്രഗിൾ. ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ട് ഇത് വേണം, കണ്ടിന്യൂ ചെയ്യണോ. കാരണം ആക്ച്വലി ഒരു ദിവസം ആ സമയത്ത് ഒരു ദിവസം എനിക്ക് ഉറങ്ങാൻ പേടിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മാനേജറെ മുന്നിൽ പോയിരിക്കണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് സെയിൽസിന് ഞാൻ മനസ്സിലാക്കിയത് ഏത് സെയിൽസിനാണെങ്കിലും 6 months നമുക്ക് ഗ്രേസ് പീരീഡ് കൊടുക്കണം, ഒന്ന് സർവൈവ് ചെയ്യാനുള്ള. അങ്ങനെ ആ സമയങ്ങൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പാടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആളോട് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. എനിക്ക് ഇതിങ്ങനെ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ ഞാൻ ഒന്ന് ക്വിറ്റ് ചെയ്താലോ ഒന്നുമില്ല. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യുക, അറ്റ്ലീസ്റ്റ് ലൈസൻസ് കിട്ടണവരെങ്കിലും നീ ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്കേ. കാരണം ആ രീതിയിലാണ് സാർ എന്നെ ട്രീറ്റ് ചെയ്തത്. പക്ഷേ അപ്പോൾ ആ ഒരു വാക്കിൻ്റെ പുറത്ത് ഞാൻ എന്ത് ഓക്കെ എന്ത് എന്നാലും ഞാൻ ലൈസൻസ് എടുത്തിട്ട് നിൽക്കാം. അതുവരെ ആക്ച്വലി ബാഡ് പെർഫോമർ ആയിരുന്നു. കമ്പനിയുടെ 10 സെയിൽസ്മാൻമാരിൽ ഏറ്റവും മോശം സെയിൽസ്മാൻ ആയിരുന്നു ഞാൻ. പക്ഷേ ഫൈനലി ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ലൈസൻസ്. അതന്നെ ഒരു ലോങ് സ്റ്റോറി ആയി ലൈസൻസ് എടുക്കുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ലൈസൻസ് കിട്ടിയ ശേഷം ആക്ച്വലി കാര്യങ്ങളൊക്കെ ഒന്ന് മാറി. കാരണം എന്താണെന്നറിയില്ല, ഞാൻ അതുവരെ എടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ടാണെന്നറിയില്ല. എനിക്ക് എല്ലാ റിസൾട്ടുകൾ പിന്നെ പെട്ടെന്ന് ക്ലോസിങ് തരാൻ തുടങ്ങി. ഞാൻ നല്ല രീതിയിൽ സെയിൽ ക്ലോസിങ് തുടങ്ങി. അങ്ങനെ ആ വർഷത്തെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഫസ്റ്റ് ഒരു ഇയർ ലൈസൻസ് കിട്ടി കഴിഞ്ഞ ഫസ്റ്റ് ഇയർ തന്നെ ആ കമ്പനിയിലെ ബെസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് അവാർഡ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഈ സാറ് എനിക്കിപ്പോഴും ഉണ്ട്. സാറ് ഇങ്ങനെ ഗ്രൂപ്പിൽ വാട്സപ്പിൽ സ്റ്റോറി ഇട്ടു, എ ജേർണി ഓഫ് സം1 to number 1 എന്ന രീതിയിൽ ഞങ്ങൾ ടീം മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ വരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിംഗിൾ ഫോട്ടോ ഇട്ടിട്ട് ആ രീതിയിൽ ആ ബെസ്റ്റ് അവാർഡ് കിട്ടുന്നു. അങ്ങനെ അത് ഞാനും കമ്പനിയിൽ എസ്റ്റാബ്ലിഷ്ഡായി. നമ്മൾ ശരിക്കും 0 ആയി ഫ്രം ദ സ്ക്രാച്ച് നിന്ന് അവിടെ ചെന്ന് നമ്മൾ 6 months സ്ട്രഗിൾ ചെയ്ത് അത് കഴിഞ്ഞ് ഒരു 1-2 year കൊണ്ട് അതേ കമ്പനിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമറായി മാറാൻ നമുക്ക് പറ്റി. അങ്ങനെ അവിടെ ആ ഒരു ജോബ് ആ കമ്പനിയിൽ എത്ര കാലം കണ്ടിന്യൂ ചെയ്തു? ഇത്രയൊക്കെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു ചിറക് മാർക്കറ്റിലൊക്കെ സ്പ്രെഡായി. അങ്ങനെയാണ് ആ കമ്പനി ആ ഫീൽഡിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, NPI ഗ്രൂപ്പ് എന്ന് പറയും. അവർ പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാമാണ്. അതായത് ഒരു കോർപ്പറേറ്റ് നമ്പർ 1. അവിടുന്ന് എനിക്ക് ഓഫർ വന്നു. അത് ഇവിടെ ഞാൻ വാങ്ങുന്നതിൻ്റെ ഡബിൾ പാക്കേജ് സാലറിയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ പോലത്തെ ഒരു പയ്യനെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം അതുപോലത്തെ ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്രെഡിബിലിറ്റി. അങ്ങനെ ആ കമ്പനി ഞാൻ ജോയിൻ ചെയ്തു ഇവിടുന്ന് ഡബിൾ സാലറിയിൽ. അതും അന്ന് ആ കമ്പനിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും എക്സ്പീരിയൻസ് കുറഞ്ഞ സെയിൽസ് സ്റ്റാഫ് ഞാനായിരുന്നു. അത് കാരണം എനിക്ക് മുന്നത്തെ കമ്പനിയിൽ നിന്ന് എനിക്കുണ്ടായ നെറ്റ്വർക്കിങ്ങും അതുപോലെ എൻ്റെ അവാർഡെല്ലാമാണ് എനിക്ക് ആ കമ്പനി ജോലി കിട്ടാൻ. അങ്ങനെ ആ കമ്പനിയിലേക്ക് മാറി. ഈ ഫസ്റ്റ് വാങ്ങിച്ച 2000 dirhams സാലറി എന്ന് ദുബായിൽ ടോട്ടൽ എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ദുബായിൽ അറൗണ്ട് 8 years. 8 years സെയിൽസിൽ വർക്ക് ചെയ്തു. ഈ ലാസ്റ്റ് ദുബായ് ഈ സെയിൽസ് കരിയർ അവിടുന്ന് നിർത്തി പോരുന്ന സമയത്ത് ഫൈനൽ സാലറി എത്രയായിരുന്നു? 40K. അതായത് എൻ്റെ 4th year തൊട്ട് ഞാൻ 10K above സാലറി വാങ്ങിക്കാൻ തുടങ്ങി. അത് ബേസ് സാലറി ആയിട്ടാണ്. അപ്പോൾ അതിന് പുറമെ ഇൻസെൻറ്റീവ്സ് കമ്മീഷൻസ് അതും ഉണ്ടായിരുന്നു. 40K എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി അറൗണ്ട് 3 lakhs. 2000 rupees സാലറിയിൽ നിന്ന് തുടങ്ങി. മീൻസ് ഒരു ഇന്ത്യൻ മണി ഒരു 40,000 rupees സാലറിയിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ മണി ഒരു 3 lakhs വരെയുള്ള സാലറി സ്കെയിലിൽ ഒരു 8 വർഷം കൊണ്ട് സെയിൽസ് കരിയർ സ്വയം ഡെവലപ്പ് ചെയ്തു. അവിടുന്ന് പിന്നെ ദുബായ് ഡ്രോപ്പ് ചെയ്ത് പോരാന്നുള്ളൊരു ആഗ്രഹം വരാൻ കാരണം? ഒന്നാമത് എനിക്ക് പാഷൻ ഉണ്ട്, ട്രെയിനിങ് സെയിൽസ് ട്രെയിനർ ആവാം. ഞാൻ അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ സാറ് ചോദിച്ചു എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സെയിൽസ് ട്രെയിനർ ആവണം എന്നായിരുന്നു ആഗ്രഹം. കാരണം ഇതിൽ വേറെ സംഭവം ഉണ്ടായിരുന്നു. അതായത് ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്യണം എന്ന് എൻ്റെ ഒരു പാഷനായിരുന്നു. ഞാൻ അത് എൻ്റെ രീതിയിൽ തന്നെ ഞാൻ റിസർച്ച് ചെയ്തല്ല. പക്ഷേ എനിക്ക് അവിടെ ഒരു മെൻറ്റർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത ഇൻഡസ്ട്രി മാറിപ്പോയി. സംഭവം എനിക്ക് സക്സസ്ഫുൾ ആണെങ്കിലും ഞാൻ പേഴ്സണലി ഹാപ്പി ആവാതിരിക്കാൻ റീസൺ വന്നു. FMCGയിലായിരുന്നു, പാക്കേജിങ് മെറ്റീരിയൽസ്. അവിടെ ഒരു പ്രസൻറ്റേഷന് അത്ര സ്കോപ്പില്ല. കാരണം മെറ്റീരിയൽ അങ്ങനെയായിരുന്നു. ഈ FMCG ഒക്കെ കണ്ടിന്യൂസ് ബിസിനസ് വരുന്നതാണ്. നമുക്കവിടെ പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യുന്നതിലേറെ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അപ്പോൾ നാട്ടുവർത്താനൊക്കെ പറയാൻ പറ്റുന്ന നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന അങ്ങനത്തെ ആളുകൾക്കാണ് ഈ ഒരു ഫീൽഡ് ഒന്നും കൂടെ ആപ്റ്റ് ആവും. ഞാൻ സെയിൽസിലോട്ട് ഇറങ്ങാൻ കാരണം കുറേ പ്രസൻറ്റേഷൻ ചെയ്യണം, ആ ഒരു ഒരു പ്രൊഫഷണൽ സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അത് കിട്ടാതെ വന്നതോടും ഞാൻ കുറച്ചൊന്ന് ഡെസ്പാവാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ പിന്നീട് എന്തുകൊണ്ട് ട്രെയിനിങ് ഫീൽഡിലോട്ട് തന്നെ തിരിഞ്ഞുവിടാം എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സെയിൽസിന് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ആനുവലി ലീവിന് വരുന്ന സമയത്ത് നാട്ടിൽ കോളേജുകളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അവിടുത്തെ സ്റ്റുഡൻസിന് കൗൺസിലിങ്ങും പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ട്രെയിനിങ്ങും പാഷനാണ്. അതുകൊണ്ടാണ് ഒരു ട്രെയിനിങ് എന്ന പാഷനോട്ട് തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദുബായിൽ സെയിൽസ് ഡ്രോപ്പ് ചെയ്തത്. നല്ല വെൽ പെയ്ഡായ നല്ലൊരു സാലറി ഉള്ളപ്പോൾ, കാരണം ദുബായ് അറിയുന്നവർക്കറിയാം ദുബായിലെ ഏറ്റവും നല്ല പ്രൊഫഷനാണ് സെയിൽസ്. കരിയർ ബിൽഡ് ചെയ്യാനും നല്ല രീതിയിൽ ഏൺ ചെയ്യാനൊക്കെ പറ്റുന്നത്.
അവിടുന്ന് അത് ഡ്രോപ്പ് ചെയ്തിട്ട് വെറും 8 വർഷത്തെ എക്സ്പീരിയൻസ് ആയപ്പോൾ സാധാരണ ആൾക്കാർ ദുബായിക്ക് ഡ്രോപ്പ് ചെയ്ത് ഒരു 35 വയസ്സ് 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. ഡാനിഷ് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് നാട്ടിൽ വരുന്നത്. ഏത് വർഷത്തിലാണ് നാട്ടിൽ വരുന്നത്? വന്നിട്ടൊരു 6 മന്ത്സ് 2025 തന്നെ വന്നിട്ട് ആണ് ഇപ്പോൾ ഈ പറയുന്ന അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചത്. അതിലേക്കുള്ളൊരു മൂവ് എങ്ങനെയായിരുന്നു? 3 lakhs സാലറി ഉള്ള ജോബ് എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ തന്നെ ധൈര്യം തരും. ഞാൻ സെയിൽസിലായതുകൊണ്ടാണ്. ഞാനൊരു വേറെ ഏതെങ്കിലും ഫീൽഡിലാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്ര ധൈര്യം വരുന്നില്ല. കാരണം സെയിൽസിൻ്റെ പ്രത്യേകത എന്താ, നമ്മുടെ നെറ്റ്വർക്കാണ്. നമ്മൾ അതിൽ സ്കിൽഡ് ആണെന്ന് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് ആ ഒരു ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എന്നെ സംബന്ധിച്ച് നാളെ ഫ്യൂച്ചറിൽ എനിക്ക് ജോബ് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ ഞാൻ അതിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ അതിനുള്ളത് നമ്മൾ സെയിൽസിലൂടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സെയിൽസ് ഒരു ലൈഫ് സ്കില്ലും കൂടിയാണ്. അതുള്ളവനെ ലൈഫ് സർവൈവ് ചെയ്യും. അതിന് ജോലി വേണ്ട, ഒന്നും വേണ്ട, അവനെന്ത് ചെയ്യാൻ കഴിയും. നമ്മുടെ കയ്യിലുള്ള സാധനം മറ്റൊരാൾക്ക് വിൽക്കാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ഈ ക്യാൻ സർവൈവ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിങ് ഫീൽഡിൽ അപ്പോൾ സെയിൽസ് ട്രെയിനർ ആവാമെന്നായിരുന്നു ബേസിക്കലി ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞല്ലോ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയങ്ങളിൽ അങ്ങനെ ക്ലാസ് എടുത്ത് വരുമ്പോൾ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ എപ്പോഴും മെസ്സേജ് ചോദിക്കും, നല്ല കോഴ്സ് ഏതാ, ജോലി അതിലും ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി. അത് ദുബായിൽ വിസിറ്റ് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല ജോബില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർക്കൊക്കെ സെയിൽസിൽ വന്നുകൂടാതെ. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് സെയിൽസ് ഇപ്പോഴും ഒരു മോശം ജോബാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെയിൽസിലോട്ട് ആൾ വരാത്തത്. അപ്പോൾ ഞാൻ എന്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള തന്നെ ഒരുപാട് ആളുകളുണ്ട്. നല്ല ഇൻ്റർപേഴ്സണൽ സ്കിൽ ഉണ്ടാവും, നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിരിക്കും, അവർ നല്ല എൻ്റർടൈൻ ചെയ്യുന്ന ആളുകളായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ അവർ പഠിക്കാൻ കുറച്ച് ബാക്ക്വേർഡ് ആയിരിക്കും. പൊതുവെ അങ്ങനെയാണല്ലോ നമ്മൾ പറയല്ലോ, കുറച്ച് ആക്റ്റീവായ ആളുകളായിരിക്കും പഠിക്കാൻ. ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ നമ്മുടെ നാട്ടിൻ്റെ സിസ്റ്റം വെച്ചിട്ട്, നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ സിസ്റ്റം വെച്ചിട്ട് ഒരാൾക്ക് സക്സസ് ആവണമെങ്കിൽ 2 ഓപ്ഷനാണ്. ഒന്നിൽ അവൻ എന്ത് ചെയ്യണം, വലിയ കോഴ്സുകൾ പഠിക്കണം, വലിയ കോളേജുകൾ പഠിക്കണം, ഇപ്പോൾ CS CMA അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ പഠിക്കണം, എന്നിട്ട് നല്ല ജോലി ചെയ്ത് സാലറി വാങ്ങിക്കണം. അതല്ലാതെ വേറെ ഓപ്ഷൻ ഉള്ളത് ബിസിനസ് തുടങ്ങണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കച്ചവടക്കാർ വരുന്നത്. കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല സർവൈവ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒന്നെങ്കിൽ ബിസിനസ് ചെയ്യും, അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, കാരണം ഈ എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഫിനാൻഷ്യലിയുള്ള സപ്പോർട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാണോ, അവരെ കൊണ്ട് കഴിവുള്ള കോഴ്സല്ല, അവരെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാണോ അത് അവർ പഠിക്കാൻ പോകുന്നു. ഒരു ചെറിയ അക്കൗണ്ടിങ് കോഴ്സോ ഡിപ്ലോമ കോഴ്സോ പഠിച്ചിട്ട് അവർ ലൈഫിൽ വളരെ ചെറിയ രീതിയിൽ സെറ്റിലായി പോവാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഇൻകം സ്കില്ല്, ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്ത, ഒരു ഡിഗ്രി ഇല്ലാതെ ആൾക്കും ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് സെയിൽസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു നിലവിൽ സെയിൽസിലുള്ള ഒരു വ്യക്തിക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്തുകൊണ്ട് ഒരു പാഷൻ, ഞാൻ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ CA പോകുന്നു, ACC അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പോകുന്നു എന്ന് പറയുന്നതിന് പകരം ഞാനൊരു സെയിൽസ്മാൻ ആവാൻ പോകുന്നു എന്ന് അഭിമാനത്തോടെ പറയുന്ന, ഒരു ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു യൂത്തിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മിഷനിലാണ് നമ്മളെന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈ ജോലിയില്ലായ്മ കവറപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സെയിൽസിലാണ്, ഏറ്റവും കൂടുതൽ വേക്കൻസി സെയിലുകളാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ 90% ആളുകളും സെയിൽസിൽ ആക്സിഡൻ്റലി എത്തിപ്പെടുന്നതാണ്. ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കും, പക്ഷേ അവർ പിന്നീട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ സെയിൽസിലോട്ട് എത്തും. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ മാനേജർമാരൊക്കെ ഇൻസൾട്ടും അല്ലെങ്കിൽ സ്ട്രഗിളിങ്ങും പ്രഷറും എല്ലാം ഹാൻഡിൽ ചെയ്ത് മെല്ലെ ആയിരിക്കും ഇവർ ഇതിൻ്റെ ഒരു എത്തിപ്പെടാം. 10% പേര് മാത്രമേ സെയിൽസ് എന്തായാലും മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് അങ്ങനെയുള്ള ആളുകൾ നന്നായിട്ട് സക്സസ്ഫുൾ ആവുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈലി പേയബിൾ സ്കില്ലുകളിലൊന്നാണ് സെയിൽസ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 90% വലിയ ലാർജ് സ്കെയിൽ കോർപ്പറേറ്റ്സിൻ്റെ ഒക്കെ CEO പോലത്തെ പോസ്റ്റിലേക്ക് വരിക സെയിൽസ് ആൻഡ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ആൾക്കാരാണ്. സെയിൽസ് നമ്മളെ ആളുകളുടെ ഒരു ധാരണ, നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ മരത്ത് എന്തോ സാധനം കൊടുത്ത് നിൽക്കുന്നതാണ്. സെയിൽസ് എന്ന് പറയുന്ന ഹോൾ കോൺസെപ്റ്റ് ഭയങ്കര വലുതാണ്. സെയിൽസ് നേരത്തെ എനിക്ക് ഡാനിഷ് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെയിൽസ് ഒരു ലൈഫ് സ്കില്ലാണെന്ന് പറഞ്ഞാൽ. കാരണം നന്നായി സെയിൽസ് സ്കില്ലുള്ള ഒരാൾക്ക് നല്ല ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സാധനമാണ് ഡാനിഷ് പറഞ്ഞു വരുന്നത്. പക്ഷെ എൻ്റെ ഇത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിനെക്കുറിച്ച് ആളുകളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും ആളുകളുടെ ഒരു ഒപ്പീനിയൻസും, പൊതുവേ ആൾക്കാർക്ക് സെയിൽസേ മോശമായി കാണുന്ന ഒരാൾക്കാർക്ക് സെയിൽസിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു? അത് ആക്ച്വലി ചലഞ്ചിങ് ആയിരുന്നു. ഇവിടെയാണ് ശരിക്കും നമ്മുടെ ചലഞ്ച് വന്നത്. ഒരു പക്ഷേ ഞാൻ ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാനൊരു ദുബായിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് അതിന് ഡിമാൻഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ എന്തുണ്ട്,
ഇതുപോലെ സെയിൽസ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ലോകത്തിൽ പല ട്രെയിനേഴ്സും നൽകുന്നുണ്ട്. പക്ഷേ കേരളത്തിലില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത് സക്സസ് ആവുമോ എന്നുള്ളതും അല്ലെങ്കിൽ സെയിൽസിലോട്ട് വരാമെന്നുള്ള ആളുകളുടെ ഒരു മൈൻഡ് ഇല്ല. എന്നോട് റീസെൻ്റ്ലി ഞാനൊരു 2 days മുന്നേ എൻ്റെ ഫ്രണ്ടിനെ കണ്ട്, അവന് ദുബായ് പർച്ചേസറാണ്. അപ്പോൾ അവനോട് ഞാൻ എൻ്റെ ആശയം പറഞ്ഞു. അവൻ പറഞ്ഞത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ സെയിൽസിലോട്ട് ജോലി കിട്ടണമെങ്കിൽ ഈ കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഗ്രീൻ്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട. ഒരാൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ജോലിയും കൂടിയാണ് സെയിൽസ്. പിന്നെ എന്തിന് ഒരാൾ ഇത് പഠിക്കണം. അവിടെയാണ് ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ചലഞ്ച്, നമ്മൾ എങ്ങനെ സ്റ്റുഡൻസിനെ ഇതിലോട്ട് കൊണ്ടുവരുമെന്ന്. കാരണം സാധാരണ ഒരു കോഴ്സ് മാർക്കറ്റിലുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് റൺ ചെയ്താൽ മതി. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ കറൻറ്റ്ലി നല്ല ട്രെൻഡിങ് ആണ്. അപ്പോൾ അത് ഈ സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആര് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാലും അവനൊരു ആവറേജ് സെയിൽ നടക്കും. കാരണം അതിന് വേണ്ട ഒരു മാർക്കറ്റും അതിനൊരു അവയർനെസ്സും ഇന്ന് സ്റ്റുഡൻസിൻ്റെ ഇടയിലും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ സെയിൽസിന് അതില്ല. കാരണം ആളുകൾ സെയിൽസ് എന്ന് പറയുമ്പോൾ ഈ ലോ ടിക്കറ്റ് സെയിൽസ്, ചെറിയ ശമ്പളം ചെറിയ വാങ്ങുന്നതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കോളേജുകൾ സെലക്ട് ചെയ്തു, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. അങ്ങനെ ഒരു 8 കോളേജുകൾ ഞങ്ങൾ സെലക്ട് ചെയ്യുകയും അവിടെ ഫൈനലൈസ് ആയ സ്റ്റുഡൻസിനെ ഞങ്ങളൊരു വർക്ക്ഷോപ്പായിട്ട് അവരെ മീറ്റ് ചെയ്തു. ആ വർക്ക്ഷോപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ജോബ് ട്രെയിനിങ്സ്, എങ്ങനെയൊക്കെ ജോലിയിലോട്ട് എത്തിപ്പെടാൻ എന്നുള്ള ട്രെയിനിങ്സ് കൊടുക്കുകയും ആ ട്രെയിനിങ്സിൽ ഞാൻ എൻ്റെ കോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ കോഴ്സ്. അപ്പോൾ സെയിൽസ് അല്ലെങ്കിൽ ഞങ്ങൾ കോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലപ്പുറം സെയിൽസിനെ കുറിച്ച് അവയർനെസ്സാണ് നൽകിയത്. നിങ്ങൾ എന്തായിരിക്കും ഈ ഡിഗ്രി കഴിഞ്ഞ് ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, റിയാലിറ്റി എന്തായിരിക്കും, പഠിക്കാൻ കഴിയുന്നവനെ ACCA സെയിമായിട്ട് പോകും. അതല്ലാത്ത സ്റ്റുഡൻസ് നിങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ അവരുടെയൊക്കെ മൈൻഡ് എന്ന് വെച്ചാൽ നാളെ ദുബായിലോട്ട് കയറാം, അല്ലെങ്കിൽ വിദേശത്തോട്ട് യൂറോപ്പ് കൺട്രീസിലോട്ട് കയറാം, അവിടെ സെറ്റിൽ ആവാം. അപ്പോൾ അതും എന്ന് പറയുന്ന ഒരു പ്രോപ്പർ കരിയർ എന്നുള്ള രീതിയിലല്ല, എന്തെങ്കിലും ചെയ്യാം. സർവൈവർ ഫിറ്റസ്റ്റ് ആണ്. ആ നാട്ടിൽ പോകുന്നു, അവിടുത്തെ രീതികളനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നസീബും അല്ലെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവൻ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. ആ രീതിയിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ സ്റ്റുഡൻറ്റ് പറയും 9 to 5 ജോബ് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല എന്ന്. അങ്ങനെയുള്ള ഒരാൾക്കും ബിസിനസ് പോലെ തന്നെയാണ് സെയിൽസും. കാരണം സെയിൽസ് ഒരിക്കലും നമ്മൾ സിസ്റ്റത്തിൻ്റെ മുന്നിൽ നിന്നിട്ടോ അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മുന്നിലോ അല്ലെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ ഫുൾ ടൈം ഇരുന്നിട്ടോ ഒന്നുള്ളതല്ല സെയിൽസ്. അത് നമ്മൾ വിസിറ്റ് ചെയ്യും, മാർക്കറ്റിൽ വിസിറ്റ് ചെയ്യുന്നു. നമ്മൾ ഫ്രീ ആണ്, നമ്മൾ ഫിസിക്കലി നമ്മൾ ഫ്രീ ആണ്. ഓരോ ദിവസവും നമ്മൾ പുതിയ ആളുകൾ കാണുന്നു, നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡാവുന്നു. മറ്റേ മരത്തിലെ കൊമ്പുകൾ പോലെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പക്ഷികളെ ചിറകൾ വലുതാവും. അങ്ങനെ നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ്സും നമുക്ക് എത്രത്തോളം ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഓഫർ ലെറ്റേഴ്സ് വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻസിനെ എൻക്വയറീസ് വരാൻ തുടങ്ങിയതും. അതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഒരു 10 സ്റ്റുഡൻസിനെ കാരണം നമ്മൾ ആദ്യത്തെ ബാച്ചാണ്, നമ്മൾ അത്രയും ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. എത്ര ഡ്യൂറേഷൻ കോഴ്സിൻ്റെ? 6 month ആണ് കോഴ്സ്. നമ്മുടെ കോഴ്സിൻ്റെ പേര് AI ഇൻ്റഗ്രേറ്റഡ് മോഡേൺ സെയിൽസ് ആണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെയിൽസ് ട്രഡീഷണൽ സെയിൽസും വ്യത്യാസം വന്നു. ഇന്ന് സോഷ്യൽ സെല്ലിംഗ് ആണ്, ഇന്ന് എന്ത് കാര്യം ഡീറ്റെയിലി സെല്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് പുതിയ കാലഘട്ടത്തിൻ്റെ സെയിൽസ്, അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആ തിയറികളിനെ നമുക്ക് എങ്ങനെ പുതിയ കാലഘട്ടത്തിലോട്ട് അപ്ലിക്കബിൾ ആക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ള സിസ്റ്റത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ 6 month ആണ് വരുന്നത്. അതിൽ 45 days നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മൾ അവർക്ക് എല്ലാ ട്രെയിനിങ്സും നൽകും, ക്ലാസ്സസ് ആയിട്ട് കൊടുക്കും, തിയറി ആയിട്ടും. അതുപോലെ അവർക്ക് ചെയ്യേണ്ട എല്ലാ സെയിൽസിൻ്റെ A to Z കാര്യങ്ങളും ഈ പറഞ്ഞ AI ഇൻ്റഗ്രേറ്റഡ് AI ടൂൾസുകൾ ഉപയോഗിക്കേണ്ട ഡീറ്റെയിൽ സ്കില്ല്, അതിൽ കോണ്ടന്റ്. ഡെഫിനറ്റ്ലി ഈ കാലത്ത് 90% സെയിൽസ് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനാണ്. നമുക്കൊരു വീഡിയോ വഴിയാണ് ഈ കാലത്ത് 90. അപ്പോൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിട്ട് അവന് വീഡിയോ സ്കില്ല്, വീഡിയോ ആങ്കറിങ്, കോണ്ടന്റ് ക്രിയേഷനും കൂടി ഉണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 45 days അവർക്ക് ട്രെയിൻ ചെയ്യിക്കുന്നു. പിന്നെ ഒരു 45 days നമ്മൾ അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും കൊടുക്കുകയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സെയിൽസ് ട്രെയിനിങ്ങിൽ വരുന്ന ഒരു വർക്ക്ഷോപ്പിൽ വരുന്നതും ഇത് തമ്മിൽ വ്യത്യാസമില്ല. വർക്ക്ഷോപ്പിൽ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലോസിങ് ടെക്നിക്സ് ഉണ്ട്, ഇതാണ് കസ്റ്റമർ സൈക്കോളജി. പക്ഷേ ഇതിനെ ഇവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് നൽകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഇനീഷ്യലി പറഞ്ഞു, ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം, ഞാൻ ഇൻഡസ്ട്രി സെലക്ട് ചെയ്തില്ല. നമുക്ക് റിയൽ എസ്റ്റേറ്റ് പറയാം, കാറ്, അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. നമുക്ക് സാസ്, സോഫ്റ്റ്വെയർ മേഖല, ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈം പീരീഡിൽ നമ്മൾ ഓരോ ഇൻഡസ്ട്രിയിലെയും ഓരോ സെയിൽസ് എക്സ്പേർട്ടുകളെ ആയിട്ട് നമ്മൾ IV ചെയ്യും. അതിൽ നിന്ന് ഈ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അവർ ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാർ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻറ്റ്, മെക്കാനിക്കൽ പരമായിട്ട് കാർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് കാറിൻ്റെ ഫീൽഡിൽ ഓട്ടോമൊബൈലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതെ, ബെസ്റ്റ്. അപ്പോൾ അവർക്ക് നമുക്ക് അതിൻ്റെ ഒരു വിസിറ്റ് നടത്തിയിട്ട്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയും നമ്മൾ വിസിറ്റ് ചെയ്ത് കുട്ടികൾ ആ ധാരണ കൂടി നൽകും. അങ്ങനെ വന്നിട്ട് ഈ 2 month നമ്മൾ എന്ത് ചെയ്യുന്നു, 3 month നമ്മൾ കുട്ടിക്ക് എല്ലാം സെയിൽസിനെല്ലാം കാര്യങ്ങളായി. ഇവിടെ നിന്ന് നമ്മൾ ചോദിക്കും,
നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ അവർക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ ആ ഫീൽഡിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പിന് കൊടുക്കും. ഇതിൽ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് നമുക്ക് പ്രോഗ്രാം വരുന്നത് സാസിനാണ്. കാരണം നമ്മൾ ദുബായിൽ സോഫ്റ്റ്വെയർ ടീമായിട്ട് നമുക്കൊരു കൊളാബ് ഉണ്ട്. അവരാണ് AI ടൂൾസ് ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ അണ്ടറിൽ ഒരു സോഫ്റ്റ്വെയർ മേഖലയിൽ SDR ഡെവലപ്പ് സെയിൽസിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഒരു കോഴ്സ് വരുന്നുണ്ട്. എങ്ങനെ ഒരു 20 days വരുന്നത്, അത് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ സർട്ടിഫിക്കേഷൻ നൽകും. ഇതിന് പുറമെ നമുക്ക് മറ്റുള്ള കുറച്ച് ക്രാഷിംഗ് കോഴ്സസ് ഉണ്ട് സെയിൽസിന് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള AI ഇൻ സെയിൽസ്, സെയിൽസ് മാസ്റ്ററി, സെയിൽസ് കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ ബ്രാൻഡിങ്, കോണ്ടന്റ് ക്രിയേഷൻ ഫോർ സെയിൽസ്, അങ്ങനെ ചെറിയ ക്യാഷ് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫീ ഒക്കെ എങ്ങനെ വരുന്നത്? സ്റ്റാർട്ടിങ് വരുന്നത് 30K ആണ്. 30K 6 മാസത്തെ കോഴ്സ്. 6 മാസത്തെ കോഴ്സ്. നമ്മൾ 100% ജോബ് അഷുറൻസ് നൽകുന്നുണ്ട്. ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഇപ്പോൾ സെയിൽസിന് നമുക്ക് എന്ത് വേണ്ട, ഒരു ഡിഗ്രി ഒന്നും വേണ്ട, 100% സ്കില്ലാണ് പറയെങ്കിലും നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഇന്ത്യ അല്ലെങ്കിൽ കേരളം പോലെ മാർക്കറ്റിൽ നമുക്ക് സ്കിൽ പ്ലസ് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോബ് ഈസിയാണ്. അവിടെ സർട്ടിഫിക്കറ്റ് ചോദിക്കില്ല. ദുബായിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിയർലി 4 കമ്പനീസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇൻ്റർവ്യൂ സമയത്ത് എന്നോട് എന്ത് ചോദിച്ചിട്ടില്ല, സർട്ടിഫിക്കറ്റ്സ് ഒന്നും ചോദിച്ചില്ല. എൻ്റെ സ്കില്ലിലാണ് അവർ എന്നെ സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ പ്രോസസ് കഴിഞ്ഞ് HR നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ വിസ പ്രോസസിങ്, ആ സമയത്ത് അവർ നമ്മുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ സെലക്ട് ചെയ്തിട്ട്, സെയിൽസിലെ ഇൻ്റർവ്യൂ സെലക്ട് ചെയ്തിട്ട് പിന്നീട് പ്രോപ്പർ പേപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവസരം നഷ്ടപ്പെട്ട ഫ്രണ്ട്സ് എനിക്ക് സെയിൽസിലുണ്ട്, മീൻസ് ദുബായിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിംഗ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും നിങ്ങൾക്കൊരു ബാച്ചിലർ ഡിഗ്രി വേണമെന്നാണ് നമ്മളവിടെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ബാച്ചിലർ ഡിഗ്രി വേണമെന്നില്ല. മേ ബി അവരൊരു സപ്ലി ഉള്ള സ്റ്റുഡൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട്. പക്ഷേ അൾട്ടിമേറ്റ് എന്താ, നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് കൂടെ ഇവർക്ക് ഡിഗ്രിയും കൂടി കയ്യിലുണ്ടായാൽ അവർക്ക് എന്താ, അത് അവർ ഒരു ഗ്ലോബൽ മാർക്കറ്റിലോട്ടൊരു എൻട്രിയാണ്. കാരണം ബേസിക്കലി നമ്മൾ പറയും ഡിഗ്രി പഠിച്ചിട്ടൊന്നും കാര്യമില്ല, പക്ഷേ ഡിഗ്രി ഒരു ചാവിയാണ്. നമ്മളൊരു നമുക്ക് കാർ ഓടിക്കാനുള്ള സ്കില്ലുണ്ട്, പക്ഷേ കാർ സ്റ്റാർട്ട് ചെയ്ത് കാർ പോകണമെങ്കിൽ നമുക്ക് ചാവി വേണമല്ലോ. അതുപോലെ കീ ആയിട്ട് നമുക്ക് ഡിഗ്രീനെ കാണണം, കാരണം അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. കാരണം ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഏത് ജോബിൻ്റെ സൈറ്റിൽ നോക്കിയാലും മിനിമം റിക്വയർമെൻറ്റ് ബാച്ചിലർ ഡിഗ്രിയാണ്. ഒരു ബേസിക് ബാച്ചിലർ ഡിഗ്രി ഉള്ള ഒരാൾക്ക് നല്ല കരിയർ ഗ്ലോബൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലോ ഇന്ത്യയിലോ നല്ല കരിയറും നല്ല ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഫ്രം ദ സ്ക്രാച്ച് നിങ്ങളടുത്ത് വന്നാൽ 6 months ട്രെയിനിങ്ങിൽ അയാൾക്കൊരു സെയിൽസ് പ്രൊഫഷൻ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ കംപ്ലീറ്റ് നോളജ് ഈ കോഴ്സ് കൊണ്ട് സെറ്റ് ആവും. അതിനാവശ്യമായ സ്കില്ലും ഡെവലപ്പ് ചെയ്യും, അതിനാവശ്യമായ നോളജും ചെയ്യും. അയാളെ ഏത് ഇൻഡസ്ട്രിക്കാണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കി അതിലേക്ക് ഗൈഡ് ചെയ്യും. അതിനാവശ്യമായ ഇൻറ്റേൺഷിപ്പ് സപ്പോർട്ടും കൊടുക്കും. വളരെ അപ്രീഷിയേറ്റിംഗ് ആയ ഒരു ഐഡിയ ആണ്. നല്ലൊരു ഗ്യാപ്പാണ് മാർക്കറ്റിൽ. കാരണം ഞാനൊക്കെ കോർപ്പറേറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പല കമ്പനികളുടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ്. ഈ കൺസൾട്ടിങ്ങിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് സെയിൽസ് സ്കില്ല് പ്രോപ്പറായിട്ട് ആവശ്യമുള്ള ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. കാരണം ഇതെവിടെയും പഠിക്കുന്നില്ല, ഇത് ആരും പഠിപ്പിക്കുന്നില്ല. പിന്നെ ഈ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് അധികം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതൊരു ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു വലിയ ഐഡിയ ഇല്ല. ഫേമസ് ആയ ഒരു ഓഥറുണ്ട്, റോബർട്ട് കിയോസാക്കി. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം കുറച്ചു കാലം പോയിട്ട് എവിടെയെങ്കിലും സെയിൽസ്മാനായി വർക്ക് ചെയ്യുന്നതാണ്. കാരണം സെയിൽസ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും, അതില്ലാതെ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാകാൻ പറ്റില്ല എന്നാണ്. സോ ഡാനിഷ് വളരെ വളരെ അപ്രീഷിയേറ്റിംഗ് ഒരു ഐഡിയ ആണ്. എന്താണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ശരിക്കും? നമ്മുടെ നാട്ടിലെ ഹോം ടൗണിലാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, കോട്ടക്കൽ. അതെ. അപ്പോൾ ഇനീഷ്യലി ഞാൻ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ നാടിനെ അറിയാം, എൻ്റെ നാട്ടിൽ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. നിങ്ങൾ കോട്ടക്കാരാണ്, ബേസിക്കലി കച്ചവടക്കാരല്ലേ? ആര്യവൈദ്യശാലയുടെ പേരിലാണ് ഫേമസ് എങ്കിലും ബേസിക്കലി കച്ചവടക്കാരല്ലേ? അതെ. അപ്പോൾ നമ്മൾ നമ്മൾ കോട്ടക്ക സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ച് വലുതാക്കാൻ വേണ്ടിയിട്ട് പോകാം. നമ്മൾ ഒരിക്കലും എന്താവുന്നത് മറ്റ് കോഴ്സുകളെ പോലെ ഒറ്റ ബാച്ചിൽ 50 സ്റ്റുഡൻസ് 100 സ്റ്റുഡൻസിനെ നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. നമുക്ക് ചുമ്മാ പ്രസൻറ്റേഷൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് 50 200 ആക്കാം, 200 ആക്കാം. പക്ഷെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിനിമം നമ്മൾ ഒരു 20 അല്ലെങ്കിൽ 50 to 20 ആണ് നമ്മൾ കോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാലിക്കറ്റാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ കൊച്ചിയിൽ വരുമ്പോൾ ഞങ്ങൾ സോഫ്റ്റ്വെയർ മേഖലയിലുള്ള സാസ് ട്രെയിനിങ് ആണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതെ. അങ്ങനെ കേരളത്തിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ആക്റ്റീവായിട്ട് കുറേ പിള്ളേരുണ്ട്, പഠിക്കാൻ ബാക്കിലായിരിക്കും പക്ഷേ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള, അവർക്കൊക്കെ നല്ല ഹൈ ഇൻകം കിട്ടുന്ന ഒരു സെയിൽസ് കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുക. അതോടെ എന്ത് ചെയ്യുന്നു, ബിസിനസ്സുകാർക്ക് അവർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഗ്യാപ്പ്, നല്ലൊരു കാലിബറായിട്ടുള്ള സെയിൽസില്ല. ഇതിൽ വേറെ പ്രശ്നമുണ്ട്, നമ്മൾ ഈ ആക്ഷനിൽ എത്തുന്ന ആളുകൾ പലപ്പോഴും ഡീമോട്ടിവേറ്റ് ആവാറുണ്ട്.
മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം. നമ്മൾ സെയിൽസിൻ്റെ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ മാനേജർ സെയിൽസ് മീറ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പം ഫയർ ചെയ്യും. അപ്പോൾ ഇവർ ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ട ആളുകൾ പലരും എന്ത് ചെയ്യും, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് മടുത്തു, ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഇത് എന്ന് പറയും. ഇതേ സമയം ഒരു നല്ല മൈൻഡ് സെറ്റിൽ വന്നാൽ, നമ്മൾ ഈ മൈൻഡ് സെറ്റ് എല്ലാം ബിൽഡ് ചെയ്യുന്നുണ്ട്, നല്ല മൈൻഡ് സെറ്റ് വന്നാൽ ഇവിടെ 2 ഓപ്ഷൻസാണ്. ഒന്ന്, ആൾ പറയുന്നതിനെ നെഗറ്റീവ് ആക്കാതെ എനിക്കത് ചെയ്ത് കാണിക്കണം, ഒരു റിസൾട്ട് ഉണ്ടാക്കണം എന്നൊരു വാശി വന്നിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഇതുണ്ട്. അതുപോലെ മറ്റൊരു പ്രശ്നം ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ള വെച്ചാൽ ഈ പറഞ്ഞ ആക്സിഡൻ്റലി ആളുകൾ സെയിൽസിലോട്ട് വന്നു വിടുന്നു. അപ്പോൾ ഞാനൊരാൾ പുതിയൊരു സെയിൽസിലോട്ട് കയറിയ സമയത്ത് എനിക്ക് സെയിൽസ് ട്രെയിനിങ് തന്നത് അവിടുത്തെ സീനിയർ സ്റ്റാഫുകളാണ്. അവർക്ക് ആകെ അറിയുന്ന കാര്യങ്ങൾ, അല്ല അവർ കൊടുക്കുന്ന ട്രെയിനിങ്, ചെക്ക് കളക്ട് ചെയ്യാം, കസ്റ്റമർ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇതിനപ്പുറത്തേക്കാണ് ഒരു ഒബ്ജക്ഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു പ്രഷർ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണം, കസ്റ്റമർ എങ്ങനെ ഒരു ക്രോസ് സെല്ല്, ഇങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള സെയിൽസിൻ്റെ കാര്യങ്ങൾ പോലും അറിയാം. അവർക്ക് ആക്ച്വലി അറിയാം CRM കസ്റ്റമർ അടുത്ത് പോയിട്ട് ഒന്ന് റിലേഷൻ ഉണ്ടാക്കാനും ഈ ഒരു ഡീല് മാത്രമേ ഇവർ പഠിപ്പിക്കുന്നുള്ളൂ. ഇനി അതേസമയം ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾ സെയിൽസിൽ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും. പക്ഷെ നിവൃത്തികേട് കാരണം വർക്ക് ചെയ്യുന്നത് ആളുടെ അണ്ടറിൽ ട്രെയിനിങ് കിട്ടിയാൽ ഇവൻ്റെ മൈൻഡും എന്താണ്, ഇത് ശരിയാവില്ല എന്തായാലും. അപ്പോൾ അവിടെയൊക്കെ എന്താണ്, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ഏതൊരു സെയിൽ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ഒരു സെയിൽസ് വേരിയസ് ആക്കിയിട്ട് നമ്മൾ മാറ്റും എന്നാണ് നമ്മുടെ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആളുകൾക്ക് ശരിക്കും പ്രോപ്പർ മൈൻഡ് സെറ്റും പ്രോപ്പർ നോളേജും പ്രോപ്പർ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നു. കാരണം ഒരാൾക്കൊരു പ്രൊഫഷനിൽ വിജയിക്കാൻ ആവശ്യമായത് ഈ 3 സാധനമാണ്. ആ പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്ന മൈൻഡ് സെറ്റും, ആ പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്ന നോളേജും, ആ പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലുകളുമാണ്. ശരിക്കൊരു സ്കൂൾ ഓഫ് സെയിൽസ്, അതാണ് പേര് തന്നെ വളരെ രസമാണ്. അപ്പോൾ ഈ ഡാൻവിൻ സ്കൂൾ ഓഫ് സെയിൽസിൻ്റെ ഒരു ഫ്യൂച്ചർ, ഒരു ആഫ്റ്റർ 5 years ഡാനിഷ് കാണുന്നത് എങ്ങനെ? വേൾഡിൽ തന്നെ എല്ലാ ടോപ്പ് കമ്പനികളും ഹയർ ചെയ്യുന്നത് അത് നമ്മുടെ ഡാൻവിൻ സ്കൂൾ ഓഫ് സെയിൽസിൽ നിന്നാണ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റും ചിന്തിക്കാൻ പറ്റാതെ അവർ ഹയർ ചെയ്യുകയും ആ സ്റ്റുഡൻസ് ആ കമ്പനിയിൽ തന്നെ ഏറ്റവും നല്ല സെയിൽസ് മാനായിട്ട് ഒരു മാനേജർ പൊസിഷനിലോട്ട് എത്തുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആഗ്രഹിക്കണം. എന്ന് വെച്ചാൽ ഒരു ടോപ്പ് കമ്പനീസിൽ എല്ലായിട്ടും ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് പൊസിഷനിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കുക എന്നതാണ് നമ്മുടെ ഒരു ആഫ്റ്റർ 5 years നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒത്തിരി ചെറുപ്പക്കാർക്ക് ഒരുപാട് ജോലി കിട്ടാൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആശയം അറിയില്ല. അവരുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി, അതുകൊണ്ട് ചെന്നാൽ ജോലി കിട്ടുന്നത്. ഈ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആക്ച്വലി ഈ ഇൻ്റർവ്യൂ ഹോളിലേക്കുള്ള എൻട്രി ടിക്കറ്റ് മാത്രമാണ്. അവിടെ ഒരു MBA കോളപ്പ് എന്ന് വെച്ചാൽ എല്ലാവരും MBA. പിന്നെ അവിടെ നിന്ന് അയാളുടെ സ്കില്ലാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ മൈൻഡ് സെറ്റൊക്കെയാണ് അയാളെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് ലോകത്ത് ഏത് പ്രൊഫഷനിലും ഞാൻ വിശ്വസിക്കുന്നത് ഒരു 99 പ്രൊഫഷൻസിലും ഉള്ള ആളുകൾക്കും സെയിൽസ് സ്കില്ല് വേണം. അയാൾ സെയിൽസ് ഫീൽഡ് സെലക്ട് ചെയ്യണില്ലെങ്കിൽ പോലും അയാളിപ്പോൾ ഈവൺ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യണമെങ്കിൽ പോലും സെയിൽസ് സ്കില്ലുള്ള ഒരാൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി അവിടെ നന്നായി അയാളുടെ കരിയറിനെ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നല്ലൊരു ഗ്യാപ്പാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കും നല്ല ഇതേ സ്കില്ലുള്ള ആളുകളെ അവരും അന്വേഷിക്കണേ. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ അപ്പുറത്തേക്ക് അത് ഈ സമൂഹത്തിനും നമ്മുടെ നാട്ടിലെല്ലാവർക്കും വളരെ സപ്പോർട്ട് ചെയ്യുന്നൊരു നല്ല ഐഡിയ ആണ്, നല്ല ആശയമാണ്. ഒരു വലിയ ഇമ്പാക്റ്റ് മാർക്കറ്റിലും ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഒരു വലിയ സക്സസ് സ്റ്റോറിയായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്.